ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്നറിയോ? പച്ചരിയും കിഴങ്ങും കൊണ്ട് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് നമ്മൾ പച്ചരി ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊക്കെ അത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? നമ്മൾ അരച്ചെടുക്കാൻ നമുക്കിനി അതിക്ക് ചെറിയ ജീരകം ഇട്ട് അതിലേക്ക് രസം പച്ചവെള്ളം ഒഴിച്ചേക്കണം. പച്ചവെള്ളം ഒഴിച്ച് അതിലേക്ക് എന്താണെന്നറിയാം, മല്ലിച്ചപ്പ്, പച്ചമുളക്, വലിയ ഉള്ളി ആകുമ്പോഴിട്ട് നമുക്ക് മിക്സി ഇട്ട് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അരി അരച്ചിക്കൊണ്ട് അതിക്ക് ജീരകം ഇട്ടിക്കണേ. അരച്ച ശേഷം നമുക്ക് ഇനി അതിക്ക് വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ടരക്കാം. നല്ല അടിപൊളി നല്ല രസമുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഉണ്ണിയപ്പം അല്ലെങ്കിൽ മറ്റേ നമ്മളപ്പം ചുട്ടാമാരും ചുട്ടായി അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ അരച്ച ശേഷം നമുക്ക് ഇനി എന്താണെന്നറിയാം, കിഴങ്ങ് ആദ്യം വേവിച്ചിട്ട് ഒന്ന് ഉടച്ചേക്കണ്. ഞാൻ പിന്നെ എന്താണെന്നറിയാം, ഒന്ന് അരിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് ഉടച്ചിട്ടാണ് അരയിക്കിടുന്നത്. അതിന് അത്യാവശ്യത്തിന് ഉപ്പ്. എന്നുണ്ടാവില്ലേ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ചുമ എന്താ ശീലമായി ഉപയോഗിക്കണ്. ഉപ്പ് കയറുമെന്ന് കരുതിയിട്ട് അതിക്കേസ് ഉപ്പിട്ട് അത് ഉപ്പും പാടെ അരച്ച് നല്ല കുറുന്നനെ അരച്ചിക്കണം. നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നിട്ടില്ലേ? ഞാൻ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല കുറുന്നനെ തന്നെ ഇങ്ങനെ എല്ലാവരും അരച്ചെടുക്കുക. എങ്ങനെ അറിഞ്ഞൊന്നും ഇവിടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾ ഒരു നാഴി അരി എടുത്തിക്കണ്. എന്നിട്ട് ചെറിയ ജീരകം ആദ്യം അരച്ചെടുത്ത്, എന്നിട്ട് അതിക്ക് വലിയ ഉള്ളിയും മല്ലിച്ചപ്പ് ഇട്ട് കറിവേപ്പില ഇട്ട് കണ്ട ഉപ്പും കിഴങ്ങും പാടെ ഒന്നും പാടെ മിക്സിയിലിട്ട് അരച്ചിട്ട് അങ്ങനെ പാത്രത്തിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ എന്താട്ടിന്നറിയാം, ഉണ്ണിച്ചട്ടി അതിക്ക് ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് എണ്ണ ഒഴിച്ചിന്, ഓയിൽ ഒഴിച്ചിക്കണ്. വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് എണ്ണയിലാണ് കുഴപ്പമില്ല. ഇനി ഉണ്ടാക്കി നോക്ക്. നമുക്ക് എണ്ണ ചൂടായ ശേഷം നമുക്ക് എന്നിട്ട് അതിക്ക് എണ്ണ ചൂടാക്കി നോക്കുകയാണെങ്കിൽ പൊന്തി തരുന്നില്ലേ? നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നിട്ടാ. അതിക്ക് നമ്മൾ ശർക്കര പഞ്ചസാര കൂട്ടണ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിൽ എഴുതുക എങ്ങനെ ഉണ്ടായി നോക്കുക. വീഡിയോസ് ഫുള്ളായി കാണുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലേക്കാണെങ്കിൽ അങ്ങനെ, യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ. നല്ല പൊന്തി വരുന്നില്ലേ? എന്നൊക്കെ നല്ല പൊന്തി വന്നിട്ടാ. ഈ ശർക്കര പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ലട്ടില്ലേ? ഇങ്ങനെ ഉണ്ടാക്കിയാലും അത് നല്ല അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കുക, സൂപ്പറാണ്. എരിവൊക്കെ പച്ചമുളകൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ വേണ്ട. നല്ല രസം ഉണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. ഇതെന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? ഇനിയിപ്പോൾ ആകെ സ്കൂളും ബാഗും വല്ലാതെ വാങ്ങണ തിരക്കാക്കാറില്ല എല്ലാവരും. നല്ല മഴയല്ലേ? കണ്ടാൽ തന്നെ അറിയുന്നില്ലേ? അങ്ങനെ ബലം വെച്ചിട്ടൊന്നും ഉണ്ടാകുന്ന കേട്ടില്ലേ? അപ്പത്തിന് എന്തുണ്ടായെന്നറിയോ? ഒന്ന് കറണ്ട് പോയിക്കാൻ തോന്നുന്നു.
ഒന്നാമത് ഇരുന്ന് രണ്ടാമത്തൊന്ന് എടുത്തിട്ട് നമുക്ക് രണ്ടാമതേക്ക് വരെയാണ്. അപ്പം എന്താ എന്തോ കറണ്ട് പോയപ്പോഴേ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇവർ രണ്ടാമത് അപ്പം ഇതാക്കണേ. അപ്പത്തിന് എണ്ണ ചൂടാറിയുന്നു, ഗ്യാസ് ഓഫാക്കിയതല്ലേ. അങ്ങനെ അതാ രണ്ടാമതും പറഞ്ഞു നല്ല അടിപൊളിയാണ്, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റിൽ ഇത് എങ്ങനെ ഉണ്ടായി നോക്കുക. നല്ല അടിപൊളിയാണ്, കഴിക്കാൻ രസം ഉണ്ടായിരുന്നിട്ടില്ലേ. നമുക്കിനി രസമില്ല എന്ന് പറയുന്നത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. മറ്റു ചട്ടിയിൽ പറഞ്ഞാലും കുഴപ്പമില്ലട്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് ചട്ടിയിലാണ് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഉണ്ണിയപ്പം ചുട്ട് നോക്കിയത് എങ്ങനെ ഉണ്ട് നോക്കല, നമുക്ക് ഏത് കോലത്തിലെ ശരിയായി നോക്കാലോ. അപ്പം അങ്ങനെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ചൂടോടൊക്കെ നിന്നാണ്ടല്ലോ സൂപ്പറായിരുന്നു. എന്താ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു കയ്യിൽ ഫോണുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൊണ്ട് മറിച്ചിടുകയും ചെയ്യുക, ഒരു കയ്യിൽ ഫോണാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മറിച്ചിടാൻ താമസം വരുന്നത്. അതാ മറിയാണ്. എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങൾ? നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഞങ്ങൾ ഇന്ന് മഴ പെയ്തിരിക്കാൻ തോന്നുന്നുണ്ട്. രാവിലെ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴൊന്നും ഇല്ല. എന്നിട്ട് അതൊരു കോലുണ്ട്, പപ്പട കോലേച്ച് കുത്തിരിക്കുകയാണ്. എണ്ണ കുറച്ച് ഇതായിട്ട്, അല്ലെങ്കിൽ പാത്രത്തിൽ എണ്ണാവൂലേ. അങ്ങനെ മറ്റേ ബാക്കിയുള്ള പാടെ പപ്പട കോഴിച്ച് കുത്തിരിക്കണം. ഇനി കുത്തിരിക്കുന്ന പാത്രത്തിൽ കാണാനുള്ള പരാതി ആയിട്ട് എന്താ ഒക്കെപ്പാടെ ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവസാനം കാണിച്ചു തരാച്ചിട്ടാണ്. ഇതാ ഇനി കുറച്ചും പാടുണ്ട്, അതുമ്പാടെ ഒഴിച്ചാണ്. അപ്പം തന്നെ ആങ്ങളെ കുട്ടി വന്ന് ഞാൻ വരാറുണ്ട്. ഓൻ എന്തായിട്ട് ഫുള്ള് പറഞ്ഞിക്കണ്. അപ്പൊ ചട്ട ഓട്ടയുടെ ഉള്ളിൽ പുറത്തേക്കൊക്കെ ചാടിക്കണം. അതൊക്കെ കണ്ടില്ലേ. കണ്ടില്ലേ ഓൻ്റെ കലാപരിപാടി ഇത്. അതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കുഴിന്ന് മറ്റേ കുഴിക്ക് ശേഷം ചാടിയെന്നുള്ളൂ, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വീഡിയോസ് മറക്കാതെ കാണുക, എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. എല്ലാ വീഡിയോസും കാണുന്നവരെ എൻ്റെ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. നിങ്ങൾ അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുക. എനിക്ക് ഇഷ്ടമില്ലെങ്കിലും വേണ്ടില്ല, തുറന്നു വെച്ചിട്ടെങ്കിലും ഒന്ന് വീഡിയോസ് നിങ്ങൾ വർക്കിൻ്റെ സമയത്തോ അടുക്കള പണിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ചിലപ്പോൾ അത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു വേണ്ട, അങ്ങനെ ചെയ്യുക. മറക്കരുത്. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് ആരും കാണില്ല, പക്ഷെ അത് ശരി തന്നെയാണ്. ആരും നിങ്ങൾക്ക് തിരക്കൊണ്ടാ കാരണം കരുതണം അത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ പരമാവധി എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കാതെ കാണുക, സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണുക. ഏതൊരു കയ്യിൽ ഫോണുകൊണ്ടാണ് കൊത്തിയ ശരിയാണില്ലേ.
ഒരു കയ്യില് പോണോണ്ടാണ്, ഒരു കയ്യില് പപ്പടക്കോലും അത് അങ്ങോട്ട് കൊഴഞ്ഞു പോവുകയാണ്. അതിനെ അങ്ങനെ കാട്ടിയപ്പോ എങ്ങനെയില്ലായിരുന്നു. അതാ ഒന്നും മുട്ടിക്കണേ. പിന്നെ എങ്ങനത്തൊക്കെ വിശേഷങ്ങൾ മറക്കാതെ കാണണിട്ടില്ല എൻ്റെ വീഡിയോസ്. ഞാൻ വിജയിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം തരുന്നുണ്ട്. അല്ല, എന്ത് സമ്മാനം ഇപ്പം വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടാൽ കമൻറ്റിൽ എഴുതുക കണ്ടിക്കണ്, എന്നിട്ട് ഞാൻ ഉണ്ടാക്കിക്കണമെങ്കിൽ നല്ല ഉണ്ടാക്കിക്കൊണ്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ ചുമ്മാ പറയല്ല, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നോട് പറയും. അപ്പം ഞാൻ അന്ന് വീഡിയോസ് നിർത്തും. ഞാൻ വെറുതെ അറിയിട്ടില്ലേ, നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല. പപ്പടക്കൊള്ളിച്ച കുത്തിയാണ്ട് കയറപ്പേ പേടിയാണ്. ചൂടെണ്ണയല്ലേ, കൈമുക്ക് ആകുമല്ലോ, പേടിയൊക്കെ ഉണ്ട്. മെല്ലെ നടക്കണ്. അങ്ങനെ ചുടലൊക്കെ കഴിഞ്ഞ് അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയായിട്ട്. എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണാൻ മറക്കരുത്. എന്നാൽ പിന്നെന്താ, എല്ലാവർക്കും എല്ലാ വീഡിയോസും കാണാൻ മറക്കരുതില്ലേ. എന്താ സൂപ്പറായിരിക്കും. ഞാൻ നോക്കണേ എങ്ങനെ നോക്കാനാണ്, രാത്രിയോ വീഡിയോസ് എടുക്കുന്നത്. പിന്നെന്താ, അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.